പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ത്രിയേക ദൈവത്തിന് മഹത്വവും മാനവും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ നാമം നമ്മളിലും ലോകത്തിലും നമ്മളിൽ കൂടെയും പരിശുദ്ധ സഭയിലും എപ്പോഴും മഹത്വീകരിക്കപ്പെട്ട് ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ 4 വേദഭാഗങ്ങൾ വായിച്ചു കേട്ടു. ഈ 4 വേദഭാഗങ്ങളും ഒരുമിച്ച് ഒരു തലക്കെട്ടിലാണ് ഇന്ന് നമ്മുടെ പഞ്ചാംഗത്തിലുള്ളത്. ആ തലക്കെട്ട് ഇങ്ങനെയാണ്: പൈശാചിക ശക്തികളുടെ മേലുള്ള യേശുക്രിസ്തുവിൻ്റെ അധികാരം. നമുക്കാദ്യമായിട്ട് ഈ വിഷയം അല്ലെങ്കിൽ ഈ തീം അല്ലെങ്കിൽ ഈ തലക്കെട്ട് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. പൈശാചിക ശക്തികളുടെ മേലുള്ള യേശുക്രിസ്തുവിൻ്റെ അധികാരം. പൈശാചിക ശക്തി എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ദുഷ്ടശക്തികൾക്കും തിന്മകൾക്കും മുകളിലുള്ള ഒരു അധികാരം. ലോകത്തിലെ എല്ലാ തിന്മകളെയും, രോഗങ്ങളെയും, അന്ധകാര ശക്തികളെയും കീഴടക്കുന്ന ഒരധികാരം. രണ്ടാമത്, യേശുവിൻ്റെ നാമത്തിലുള്ള അല്ലെ നാമത്തിൻ്റെ ശക്തി. എല്ലാ തിന്മകളെയും ഭയപ്പെടുത്തുവാനും മനുഷ്യരെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുവാനുമുള്ള ശക്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശു എന്ന നാമത്തിൽ ഉള്ളത്. മൂന്നാമതായിട്ട്, ദൈവമക്കൾക്ക് ലഭിക്കുന്ന അധികാരം. എല്ലാ ദുഷ്ടശക്തികളെയും തിന്മകളെയും പൈശാചിക ബന്ധനങ്ങളെയും ചെറുക്കുവാൻ ഉള്ള വിജയം, അധികാരം, അതിന്മേലുള്ള ദൈവമക്കളുടെ വിജയം, അതാണത് സൂചിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച ഈ 4 വേദഭാഗങ്ങളിലും, ഇപ്പോൾ ഓരോ വേദഭാഗങ്ങളെടുത്താൽ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം. അതിലൊരു വാക്യം എടുത്താൽ നമുക്ക് അത് നല്ലതുപോലെ ഒത്തിരി നേരം പ്രസംഗിക്കാം. പക്ഷേ അതെല്ലാ വേദഭാഗങ്ങളോടും ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റ വിഷയം. നമ്മൾ സാധാരണ അധികാരം അല്ലെങ്കിൽ ശക്തി എന്ന് പറയുമ്പോൾ ആത്മീകമായ മണ്ഡലത്തിൽ കൂടെ മാത്രം ചിന്തിക്കുന്നു. അത് കറക്റ്റാണ്. എന്നാൽ ഈ ആത്മീക മണ്ഡലത്തെ ഭൗതിക മണ്ഡലങ്ങളുമായിട്ട് തുലനപ്പെടുത്തി നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ഭൗതിക മണ്ഡലം, ലോകത്തിലെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ വേറൊരു കമ്പാർട്ട്മെൻറ്റിലാക്കിയാണ് കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം. നമ്മുടെ ജീവിതം ഒന്നാണ്. പരലോകത്തിൽ ഉള്ള ജീവിതവും ഭൂലോകത്തിലുള്ള ജീവിതവും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ഒരേപോലെ കൂട്ടിയിണക്കി മനസ്സിലാക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് നൽകിത്തന്ന വിജയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അനുഭവിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം ഓരോന്ന് ഞാൻ എടുത്തു പറയാം. എന്നാൽ അതിനു മുൻപേ ഈ 4 വേദഭാഗങ്ങളും നമുക്ക് ഒന്നായിട്ടൊന്ന് ചിന്തിക്കാം. ഒന്നായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ എല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന ഒറ്റ വിഷയം, ദുഷ്ടശക്തികളുടെ മേലുള്ള അധികാരം. ഈ ദുഷ്ടശക്തികളുടെ മേലുള്ള അധികാരം എന്ന് പറയുമ്പോൾ കേവലം
ഭൂതങ്ങളെ ശാസിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു അധികാരം മാത്രമല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ സമഗ്രമായ വികാസം, അതിൻ്റെ വളർച്ച, അതാണെന്ന് കാണിക്കുന്നത്. ദൈവരാജ്യവും പൈശാചിക രാജ്യവും ഇത് രണ്ടുമുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തെ സാധാരണ സ്പിരിച്വൽ വാർഫെയർ, ഒരാത്മീക യുദ്ധം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ ആത്മീക യുദ്ധം എന്ന് പറയുന്നത് തന്നെ ആത്മീകരായിട്ട് ജീവിക്കണമെങ്കിൽ, ദൈവികമായി ജീവിക്കണമെങ്കിൽ, ദൈവിക സ്വഭാവത്തിൽ നമ്മൾ പ്രബലപ്പെടണമെങ്കിൽ ഈ നശ്വരമായ ഭൗതികമായ തിന്മകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തോട് നമ്മൾ പടവെട്ടേണ്ടതായിട്ടുണ്ട്, യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ യുദ്ധത്തിലാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമഗ്രമായ വികാസം എന്ന് പറയുന്നത് ദൈവിക ഭരണമാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവ ഭരണമാണ്. ഈ ദൈവികമായ ഭരണം എന്നിലുണ്ടാകണം, എന്നിൽ കൂടെ ഉണ്ടാകണം, നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് സമഗ്രമായ ഒരു ദൈവിക ഭരണവും ഒരു ദൈവിക രാജ്യവുമായി പ്രബലപ്പെടുന്നത്. ഈ ദൈവിക രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ എന്താ ആക്ച്വലി, യഥാർത്ഥത്തിൽ എന്തുവാ, അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കുവാൻ സാധിക്കുന്നത്? സുവിശേഷങ്ങളിൽ ഒരു വേദഭാഗമുണ്ട്, ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, എന്നാൽ അത് നീതിയും സമാധാനവും സന്തോഷവും അത്രേ. ഹൗ ഡു യു ഡിഫൈൻ ദാറ്റ്? അതെങ്ങനെയാണ് നമ്മൾ നിർവചിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു വ്യാഖ്യാനം എങ്ങനെയാണ് കൊടുക്കുന്നത്? ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, മറിച്ച് അത് സമാധാനം, നീതി, സന്തോഷം. അപ്പം ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവികമായ അവസ്ഥ എന്ന് പറയുന്നത് നീതിയും സമാധാനവും ക്ഷമയും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. അത് എവിടെ പ്രബലപ്പെടുന്നോ അവിടെയാണ് ദൈവരാജ്യം യഥാർത്ഥമായി പ്രബലപ്പെടുന്നതും വികസിക്കുന്നതും. ഇനി നമ്മൾ വായിച്ച സുവിശേഷങ്ങളിൽ അവിടെ സുവിശേഷക്കാരൻ ഇങ്ങനെ പറയുന്നു, ഒരു ശക്തനായ മനുഷ്യൻ അതിനേക്കാളും ശക്തിയുള്ള ഒരു മനുഷ്യൻ, സ്ട്രോങ് മാൻ ആൻഡ് സ്ട്രോങ്ങർ മാൻ. അതിന് അവിടെ ഉപമ കൊടുത്തിരിക്കുന്നത്, ഒരു കവർച്ചക്കാരൻ്റെ ഒരു വീട്ടിൽ വരികയാണെങ്കിൽ ആ വീട്ടിൽ കയറി എല്ലാം കൊള്ളയടിക്കണമെങ്കിൽ അതിൻ്റെ കാവൽക്കാരനെ ആദ്യമേ ഡിഫീറ്റ് ചെയ്യണം, പരാജയപ്പെടുത്തണം. അതാ സ്ട്രോങ് മാൻ. ആ മനുഷ്യനെ കൈയടക്കി പരാജയപ്പെടുത്തുമ്പോൾ മാത്രമേ ആ കൊള്ളക്കാരന് ആ വീട്ടിൽ കയറി ആ വീട്ടിലുള്ളതെല്ലാം കൊള്ളയടിക്കുവാൻ, കവർച്ച ചെയ്യുവാൻ കഴിയുള്ളൂ. എന്നതുപോലെ ദൈവിക രാജ്യം നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ, ദൈവിക രാജ്യം നാം കൈയടക്കണമെങ്കിൽ, നീതിയും സമാധാനവും സന്തോഷവും ആകുന്ന ദൈവത്തിൻ്റെ രാജ്യം നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബങ്ങളിലും സഭാമണ്ഡലങ്ങളിലും ഗ്രാമങ്ങളിലും രാജ്യങ്ങളിലും അനുഭവിക്കണമെങ്കിൽ ഈ സമാധാനത്തെ കെടുത്തുന്ന, സന്തോഷത്തെ കെടുത്തുന്ന, നീതിയെ തകിടം മറിക്കുന്ന ശത്രുവിനെ, പിശാചിനെ കീഴടക്കണം.
അതിനെയാണ് ആത്മീയ യുദ്ധം എന്ന് നാം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ സ്ട്രോങ് മാൻ എന്ന് പറയുന്നത് സാത്താനെ, സ്ട്രോങ്ങർ മാൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ. സാത്താനും ശക്തിയുണ്ട്, എന്നാൽ അവനേക്കാളും ശക്തിയുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ലേഖന കർത്താവ് പറയുന്നത്, നിങ്ങളിലുള്ളവൻ അവരിലുള്ളവനേക്കാൾ, അല്ലെങ്കിൽ ലോകത്തിൽ ഉള്ളവനേക്കാൾ ശക്തിയുള്ളവൻ. ഹീ ദാറ്റ് ഈസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ഹീ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ളവനേക്കാളും നിങ്ങളിലുള്ളവൻ ശക്തിമാൻ. അപ്പം ലോകത്തിൻ്റെ അവസ്ഥകളെ, ലോകത്തിൻ്റെ സ്വഭാവങ്ങളെ, തിന്മകളെ, ദുഷ്ടപ്രവർത്തികളെ, ലാഭേച്ഛകളെ, ദുഷ്ടസ്വഭാവങ്ങളെ, ഇതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന പൈശാചികം, ഈ ശക്തിയെ കീഴടക്കുവാൻ നമ്മൾ ദൈവീകത പ്രബലപ്പെടണം. The more you allow God to capture you, to take hold of you, the greater is the power of the kingdom of God within you. നമ്മളിൽ ഉള്ള ദൈവിക ശക്തിയുടെ പ്രബലത, മഹാത്മ്യത, ശക്തിയുടെ വലിപ്പം, എന്തുമാത്രം ദൈവീകത, ദൈവിക സ്വഭാവം, ദൈവരാജ്യത്തിൻ്റെ ഭരണം നമ്മളിൽ പ്രബലപ്പെടുവാൻ നാം ഓരോരുത്തരും അനുവദിക്കുന്നുവോ അതിനനുസരിച്ചാണ്. സോ നമ്മൾ പള്ളി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും മുഖം പാടി നമ്മൾ പോയാൽ അതിൻ്റെ കുഴപ്പം പള്ളിക്കാരനും ഉപദേശിയൊന്നും അല്ല, ഞാൻ തന്നെയാണ്. എവ്രിതിങ് ഹാസ് ടു ഡു വിത്ത് യു. എല്ലാം ഞാൻ എന്ന, നീ എന്ന വ്യക്തിയെ ആശ്രയിച്ചാണ്. സോ ഇറ്റ് ഇസ് എ ഫൈറ്റ് ദാറ്റ് യു ഹാവ് ടു ഡു എവ്രി ഡേ. എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും ഈ ശക്തിയെ അകറ്റി നിർത്തുവാൻ നാം യുദ്ധം ചെയ്യണം. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് 2-3 കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഇവിടെ എല്ലാ വേദഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെ നമുക്ക് ഈ ദൈവരാജ്യം നമ്മളിൽ പ്രബലപ്പെടുത്താം. അതാ ഒന്ന്, പരസ്പര വിദ്വേഷം അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അടുക്കുക. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് റെക്കൺസിലിയേഷൻ, അല്ലെങ്കിൽ അനുരഞ്ജനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഗോ ആൻഡ് റെക്കൺസൈൽ വിത്ത് യുവർ ബ്രദർ. നീ യാഗം കഴിക്കാൻ വരുന്നതിന് മുമ്പേ നിന്റെ മനസ്സിൽ നിനക്ക് ആരെക്കുറിച്ചെങ്കിലും കുഴപ്പം തോന്നിയാൽ നീ ആ യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായിട്ട് അനുരഞ്ജനപ്പെടുക. എന്നിട്ട് ആ യാഗവസ്തു എടുത്ത് എനിക്ക് യാഗം അർപ്പിക്കുക. ഇത് കർത്താവിൻ്റെ പ്രിൻസിപ്പിളാണ്, അനുരഞ്ജനം. ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് പെട്ടെന്ന് വരത്തില്ല. കാരണം നമുക്കെല്ലാം വിദ്വേഷമുണ്ട്, നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു കാര്യത്തിനുള്ള ഏറ്റക്കുറച്ചിലുണ്ട്, ഡിസഗ്രിമെൻറ്റ്, വിയോജിപ്പുണ്ട്. അപ്പം ഇത് നമ്മൾ പുലർത്തുന്നിടത്തോളം അനുരഞ്ജനം വരികയില്ല. അനുരഞ്ജനം എന്ന് പറയുന്നത് ഒന്നാകുക എന്നുള്ളതാണ്. കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും മക്കളും അപ്പനും തമ്മിലാണെങ്കിലും പട്ടക്കാരനും അല്ല അച്ഛനും വിശ്വാസികൾ തമ്മിലാണെങ്കിലും ഹൂവർ, നാം എല്ലാവരും എന്തുമാത്രം ഒന്നാകുവാൻ, മനസ്സുകൊണ്ട് ഒന്നാകുവാൻ തീരുമാനിക്കുന്നു, അതിനനുസരിച്ചാണ് പ്രായോഗികമായി നമ്മുടെ എല്ലാ തലങ്ങളിലും റെക്കൺസിലിയേഷൻ ഉണ്ടാകുന്നത്, അനുരഞ്ജനം ഉണ്ടാകുന്നത്. അവിടെ എല്ലാ വേർതിരിങ്ങളും
അതിർവരമ്പുകളും ഇല്ലാതാകുകയാണ്. 2, റാഡിക്കൽ യൂണിറ്റി, സമൂലമായ ഐക്യം. കർത്താവായ യേശു ക്രിസ്തുവും പ്രാർത്ഥിച്ചത് അതാണ്. നമ്മൾ ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ എന്നൊക്കെ പറയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ആ അധ്യായം മുഴുവനും പ്രാർത്ഥനയാണ്. അതിൽ കർത്താവ് തമ്പുരാൻ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രാർത്ഥിച്ചത് ഐക്യത്തിന് വേണ്ടിയാണ്. കർത്താവേ, പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ എനിക്ക് നീ തന്ന ഈ മക്കളും ഒന്നാകുകയാണ്. അവർ ഒന്നായിരിക്കുന്നതിനാൽ നീ എന്നെ അയച്ചുവെന്നും ഞാൻ പ്രസംഗിച്ച സുവിശേഷം സത്യമെന്നും ലോകം വിശ്വസിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ജാതി, മത, വർഗ, ലിംഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അപ്പുറം സ്നേഹത്തിൽ ഒന്നാകുന്നതിനെയാണ് സമൂലമായ ഐക്യം എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. ബട്ട് ഐ ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ഞാൻ അതിനു വേണ്ടി യുദ്ധം ചെയ്യണം. അല്ല, എന്നെ കൊണ്ടൊക്കത്തില്ല. ആ പുള്ളി അങ്ങനെ ഇരിക്കുക, ഈ പുള്ളി അങ്ങനെ ഇരിക്കുക, പുള്ളിയുടെ മുഖം നോക്കിയാൽ എപ്പോഴും വീർപ്പ് മുട്ടിച്ച് ഇപ്പം വന്ന് ഒരിടി തരുമെന്നും പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നോക്കത്തില്ല. റാഡിക്കൽ, സമഗ്രമായ രീതിയിൽ എന്നെ തന്നെ ഒഴിഞ്ഞു മാറ്റി ഈ വ്യത്യാസങ്ങൾക്കപ്പുറമായി ദൈവിക സ്നേഹം പകരുവാൻ എനിക്ക് സാധിക്കണം. ആ ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ദൈവരാജ്യം. ആ ദൈവിക സ്നേഹം എന്നിൽ പ്രബലപ്പെടുന്നതാണ് ദൈവിക ഭരണം. ദൈവം സ്നേഹം തന്നെ. കർത്താവിന് നമ്മളൊരു പര്യായ പദം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വേറൊരു നാമകരണമാണ് സ്നേഹം. അപ്പോൾ ആ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ എല്ലാവിധമായ വിദ്വേഷത്തിൻ്റെയും അതിർവരമ്പുകളെയും നമ്മളെ വേർതിരിച്ച് നിർത്തുന്ന എല്ലാത്തിൻ്റെയും അപ്പുറത്ത് കാണുന്ന ഒരു ശക്തിയാണ്. 3, ഹംബിൾ ഒബീഡിയൻസ്, താഴ്മയോടുകൂടിയ അനുസരണം. അനുസരണമുണ്ട്, താഴ്മയോടുകൂടിയ അനുസരണമുണ്ട്. സ്ലോ ഒബീഡിയൻസും ഉണ്ട്, പെട്ടെന്നുള്ള ഒബീഡിയൻസും ഉണ്ട്. ചിലർ പതുക്കെ അനുസരിക്കത്തുള്ളൂ. അവർക്ക് തന്നെത്താൻ അവിടെ ബുദ്ധി തോന്നണം, ഈ പുള്ളി പറഞ്ഞത് ശരിയാ, ചെയ്യണമെന്ന്. എന്നാൽ കർത്താവ് തമ്പുരാൻ അങ്ങനല്ല. കർത്താവ് തമ്പുരാൻ പറഞ്ഞത് പെട്ടെന്ന് അനുസരിക്കുക. നിന്റെ ബുദ്ധിയും ഒന്ന് ഉപയോഗിച്ച് അതിനെ അളന്ന് കുറിച്ചിട്ട് നിനക്ക് ബോധ്യമുണ്ടാകുന്നുവെങ്കിൽ അനുസരിക്കുന്നതല്ല, താഴ്മയോടുകൂടിയ അനുസരണം. അപ്പം സ്വയ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്നതിനെയാണ് നമ്മൾ താഴ്മയോടുകൂടിയ അനുസരണം എന്ന് പറയുന്നത്. അഹങ്കാരം, തന്നിഷ്ടം, അഹന്ത ഇവകളെല്ലാം വെടിഞ്ഞ് ദൈവകൽപ്പനകൾക്ക് സ്വന്തം ഇഷ്ടത്തെക്കാൾ പ്രാധാന്യം നൽകി വിധേയപ്പെടുന്നതിനെയാണ്, ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് താഴ്മയോടുകൂടിയ അനുസരണം എന്ന് പറയുന്നത്. അപ്രകാരം മാത്രമേ തിന്മയുടെ ശക്തികളെ നമുക്ക് സഭയായും വ്യക്തിപരമായും കുടുംബമായിട്ടും തോൽപ്പിക്കാൻ കഴിയൂ. ക്രൂശിൽ യേശു ക്രിസ്തു നേടിയെടുത്ത വിജയം അതുതന്നെയാണ്. നമ്മുടെ ലിറ്ററജി, ആരാധന ക്രമത്തിലൊക്കെ പറയുമല്ലോ വിജയസ്ലീബ. ഇത് വെറും ഒരു സിമ്പിളല്ല. ഇതിനെ ചിലർ അയ്യോ അത് വെച്ചാൽ ഭൂതമാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ്. ഹൂ സെഡ്? ഇതില്ലാതെ ക്രിസ്ത്യാനിറ്റി ഇല്ല, ഇതില്ലാതെ ജീവനില്ല, ഇതില്ലാതെ സാത്താനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇതിൻ്റെ പേരാണ് വിജയസ്ലീബ. അപ്പം ഇതിൻ്റെ ശക്തി, ക്രൂശിന്മേൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിത്യയാഗമായി തീർന്നപ്പോൾ സകലത്തിലും
തിന്മയായിരുന്ന ക്രൂശ്, ഏറ്റവും മോശമായ രീതിയിൽ ഒരുത്തനെ കൊല്ലണമെങ്കിൽ, വിധിച്ച് മരണത്തിനേൽപ്പിക്കണമെങ്കിൽ അവർ കൊടുത്തതായിരുന്നു ക്രൂശ് മരണം. ആ ക്രൂശ് ഇന്ന് നമ്മൾ പറയുന്നത് എന്താ? വിജയശ്ലീബ ആയി. അപ്പോൾ നമ്മളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തുമാത്രം ആഴത്തിലേക്ക് വാഴ്ത്തി സ്ഥാപിക്കുവാൻ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ സാധിക്കുന്നു, അതിനനുസരിച്ച് ഈ സ്ലീവ നമുക്ക് ശക്തി തരും. അല്ലെങ്കിൽ ഈ ശക്തി എന്നിൽ, നമ്മളിൽ പ്രബലപ്പെടും. ഇത് കാണുമ്പോൾ ഓടിപ്പോകുന്ന ഭൂതങ്ങളുണ്ട്. നമ്മൾ വാക്കുകൊണ്ടൊന്നും പറയണ്ട. പക്ഷേ ഇത് ക്യാരി ചെയ്യുന്ന ഞാനിത് വിശ്വസിക്കണം. ഇത് ചുമ്മാതെ ഏതാണ്ട് ഒരു സിമ്പിൾ പോലെ ആരാണ്ട് പറഞ്ഞു എന്നും പറഞ്ഞ് ഇത് പിടിച്ചുകൊണ്ട് നടന്നാൽ ശരിയാകത്തില്ല. ഇത് എന്നിലുള്ള ശക്തിയുടെ അന്തസ്സത്താണ്. അപ്പോൾ ഇത് ഞാൻ വിശ്വസിച്ച് ഏറ്റുകൊള്ളുമ്പോൾ ഇത് വഹിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ നിഴൽ കണ്ടാലും ഭൂതം ഓടും. നമ്മൾ വാഗൊണ്ടൊന്നും അധികം പറയേണ്ട ആവശ്യമില്ല. ദ സെയിം തിങ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം നാം സഭ ചെയ്യുമ്പോൾ നമുക്ക് സൗഖ്യമുള്ള ഒരു സമൂഹമായി നിലനിൽക്കുവാൻ സാധിക്കും. ഒറ്റക്കെട്ടായി സൗഖ്യമുള്ള സമൂഹമാകും. ഇന്ന് സഭ സൗഖ്യം കൊടുക്കുന്ന സമൂഹമാണോ? ഇന്ന് നമ്മളുടെ ഇടവകയിൽ സൗഖ്യമുണ്ടോ? നാം പാർക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലും അയൽഭവനങ്ങളിലും നമ്മളിൽ കൂടെ സൗഖ്യം മറ്റുള്ളവർ പ്രാപിക്കുന്നുണ്ടോ? ചർച്ചെന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ഇത് പൂർണ്ണമാക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതല്ല. ഇവിടെ വരുന്നവർ പൂർണ്ണമായിക്കൊണ്ടേയിരിക്കുക വേണ്ടത്. നമ്മളതുകൊണ്ട് ആരെയും പൂർണ്ണരെന്നും പറഞ്ഞ് അളക്കരുത്. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ പുള്ളിയെ നോക്കിയിട്ട് അവൻ അങ്ങനെ ഇങ്ങനെ, ഈ അച്ഛൻ കൊള്ളാം, ആ അച്ഛൻ കൊള്ളത്തില്ലായിരുന്നു. നമുക്ക് ആ ജോലി കർത്താവ് തന്നിട്ടില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മറ്റുള്ളവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ഇവാലുവേറ്റ് വേണ്ടത്. അവനുള്ള കുറവുകളെ കണ്ടിട്ട് അവനെ സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, മനസ്സലിവിൻ്റെ, കരുണയുടെ ഒരു കരസ്പർശം, ഒരു കരത്താങ്ങൽ കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ ജീർണിച്ച അവസ്ഥകളും മുറിവുകളും എല്ലാം ഉണങ്ങും, സൗഖ്യമാകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വായിച്ച പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ താഴ്മയുള്ളവരുടെയും മനസ്സ് മുറിഞ്ഞവരുടെയും തകർന്നവരുടെയും ഇടയിൽ ഞാൻ പാർക്കുന്നു എന്ന് പറയുന്നത്. ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും പ്രതാപത്തിൽ, ഏറ്റവും മഹിമയിൽ, ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കുന്ന കർത്താവ് പറയുന്നു, ഐ ഡ്വെൽ എമംഗ് ദി കോൺട്രൈറ്റ് ആൻഡ് ബ്രോക്കൺ. മുറിവുള്ളവൻ്റെ, തകർന്നവൻ്റെ ആ സമൂഹത്തിൽ ദൈവം ജീവിക്കുന്നത്. അപ്പം നമ്മൾ സഭയായിട്ടും വ്യക്തിപരമായിട്ടും എത്രമാത്രം തകർക്കപ്പെടുവാൻ, നുറുക്കപ്പെടുവാൻ, ഇല്ലായ്മയാകുവാൻ സാധിക്കുന്നോ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മളിൽ പ്രബലപ്പെടും, ദൈവത്തിൻ്റെ വാസം നമ്മളിൽ പ്രബലപ്പെടും. ഞാൻ പണ്ട് നാൾ മുതൽ എവിടെ പോയാലും കർത്താവേ, ഞാൻ ഈ പാർക്കുന്ന സ്ഥലം അങ്ങ് വസിക്കുന്ന സ്ഥലമാക്കണം. ഇപ്പം ഞാനിതുപോലെ ഒരു ക്യാമ്പസിൽ താമസിക്കുകയാണെങ്കിൽ കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ ഈ ക്യാമ്പസിൻ്റെ കേന്ദ്ര ബിന്ദുവായി അവിടുന്ന് കാണും. ഇതിൽ വരുന്നവരും പോകുന്നവരും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിൽ കടന്നു വരുമ്പോഴേ ഇത് വേറെ ഒരു അനുഭവമുള്ള സ്ഥലം ആണെന്ന് അവൻ്റെ മനസ്സിൽ, ആത്മാവിൽ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സഭയിലും നമ്മൾ കർത്താവിനെ വാഴിക്കണമെങ്കിൽ,
ദൈവരാജ്യം ശക്തിപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും പ്രബലപ്പെട്ട ദൈവീകമായ രീതിയിൽ നാം ജീവിക്കണമെങ്കിൽ അവിടെ നുറുക്കമുണ്ടാകണം, തകർന്ന ഹൃദയം ഉണ്ടാകണം. മറ്റുള്ളവനെ വിധിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് നാം നീങ്ങിപ്പോയി സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, ആർദ്രത കാണിക്കുന്ന, താങ്ങുന്ന, ചേർത്ത് പിടിക്കുന്ന സ്വഭാവത്തിലുണ്ടാകണം. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അധികാരം നാം മനസ്സിലാക്കുന്നു, മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. നമ്മളിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ അധികാരം വർദ്ധിക്കുന്നു. വർദ്ധിക്കുക മാത്രമല്ല, എല്ലാ സാധാന്യ ശക്തികളുടെ മേലും ഉള്ള അധികാരം നമുക്ക് ലഭിക്കും. വിഭജിക്കപ്പെട്ടതും പിളർക്കപ്പെട്ടതുമായ ഒരു രാജ്യം, ഒരു കുടുംബം, ഒരു വ്യക്തി നിലനിൽക്കത്തില്ല. ഇപ്പം നമ്മൾ തന്നെ ഒരു വ്യക്തിയെ എടുത്താൽ, ചില വ്യക്തികളെ കണ്ടാൽ മുഖം എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്ന മുഖമാണ്. മുഖത്ത് നോക്കിയാൽ എപ്പോഴും എന്തോ പ്രയാസത്തിൽ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു മുഖമാണ്. പ്രസന്നതയില്ല, പ്രത്യാശയില്ല, സന്തോഷമില്ല. അവർ എപ്പോഴും ഇല്ലായ്മ ചിന്തിക്കുന്നവരാണ്. ഇല്ലായ്മ ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ഇല്ലായ്മയെ മാറ്റി നിർത്താനൊക്കത്തില്ല. വീണ്ടും ഇല്ലായ്മയുടെ ആഴത്തിലേക്കേ പോകത്തുള്ളൂ. എന്നാൽ ഞാൻ ക്രിസ്തുവിൽ ധന്യനാണ്, എൻ്റെ ക്രിസ്തു എല്ലാറ്റിനും എനിക്ക് ശക്തി തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് എൻ്റെ കൈകൊണ്ടും ഒന്നും തൊട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിലും ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടവനല്ല, അല്ല, ഞാൻ പരാജയപ്പെടുകയില്ല. ബിക്കോസ് കർത്താവ് എന്നിൽ ജീവിക്കുന്നു. ഇത് നമ്മൾ ഏറ്റുപറയണം. ഇത് നമ്മളെല്ലായ്പ്പോഴും ഏറ്റുപറയുമ്പോൾ നമ്മുടെ മുഖം തന്നെ പ്രസന്നതയുള്ളതാകും. നമ്മുടെ ചിന്തകൾ പോലും പ്രസന്നതയും പോസിറ്റീവ് എനർജി ഉള്ളതാകും. സാത്താന്യ ശക്തി നമ്മളെ പിടിച്ച് അന്ധകാരത്തിൽ കൊണ്ട് എത്തിക്കാതെ ദൈവീകതയിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും മുന്നോട്ട് പ്രബലപ്പെടും. സോ ഓൾവേസ് ട്രസ്റ്റ് ദ പവർ ഓഫ് ദ ക്രോസ്. എല്ലായ്പ്പോഴും എല്ലാറ്റിനും നമുക്ക് കർത്താവിനാൽ ലഭിച്ചിട്ടുള്ള വിജയശ്ലീബ ഇതിൽ വിശ്വസിക്കുക, ഇത് ഏറ്റുപറയുക. ഇതെല്ലാറ്റിനും എനിക്ക് മതിയായത് എന്ന് വിശ്വസിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സഭാമണ്ഡലങ്ങളിലും അനുഭവിക്കുവാനും എല്ലാവിധമായ ദുർബലതയും മാറ്റി നമുക്ക് ശക്തിയോടെ ജീവിക്കുവാനും സാധിക്കും. God has given me His authority. കർത്താവ് എനിക്ക് കർത്താവിൻ്റെ അധികാരമാണ് തന്നിട്ടുള്ളത്. ആ അധികാരം യേശുവിൻ്റെ നാമത്തിലാണ്, ഈ ക്രൂശിലാണ്. അവിടെ അവൻ എല്ലാത്തിനും തകർത്തില്ലായ്മ ചെയ്തു. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അത് ഏറ്റുപറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും നമ്മൾ മനഃപൂർവ്വമായി വിഭജനങ്ങളെയും വിഭാഗിതയെയും ഇല്ലാതാക്കി എവിടെല്ലാം അതുണ്ടോ അതിനെ ഒന്നിപ്പിക്കുന്ന മനോഭാവത്തിലേക്ക് വരണം. കുടുംബങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കുക, മക്കളും പിള്ളേരും തമ്മിൽ ഒന്നിപ്പിക്കുക, രാജ്യമായിട്ട് ഒന്നിപ്പിക്കുക. അതിന് നമ്മൾ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നേരിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പകരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ ദുഷ്ടശക്തികളെ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് യുദ്ധം ചെയ്ത് മാറ്റി നിർത്തുക. ദ മോർ വി ഡു ദാറ്റ്, വി വിൽ എക്സ്പീരിയൻസ് ജസ്റ്റിസ്, പീസ് ഇൻ ദ വേൾഡ്. നമ്മളത് കൂടുതൽ ചെയ്യുന്നിടത്തോളം നമുക്ക് സന്തോഷവും സമാധാനവും നീതിയും ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് സഭയായി ഒരുമിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് പറഞ്ഞേക്കുന്ന ആ സിമ്പിൾ, ലളിതമായ ആ
പ്രിൻസിപ്പിൾ, തത്വം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കുക. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി ഈ വചനങ്ങളാൽ അനുഭവിക്കുകയും അനുഗ്രഹിക്കുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.